ഹലോ. ഇന്നത്തെ വീഡിയോ ഈ ഒരു സ്നാപ്പ് ബട്ടൺ പ്ലെയർ ഒന്ന് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ റീസെൻ്റ്ലി ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. 349 രൂപയാണ് വന്നിട്ടുള്ളത്. ഇത് സ്നാപ്പ് ബട്ടൺ പ്ലെയറും ആണ്, അതിൻ്റെ കൂടെ ഐലറ്റും എന്താ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതെനിക്കൊരു ബോണസാണ്. ആക്ച്വലി എനിക്ക് സ്നാപ്പ് ബട്ടൺ പ്ലെയർ ആണ് അത്യാവശ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഇതൊരു തവണ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നതാണ് കേട്ടോ, 2 വർഷം മുന്നേ. എന്നിട്ട് ഇത് വന്നിട്ട് അത് തിരിച്ചു പോയി. എന്തുകൊണ്ട് ഡെലിവറി ഇല്ലയെന്നോ, കൊറോണയുടെ സമയത്ത് എന്തോ ഓർഡർ ചെയ്തത്, അപ്പോൾ അവിടേക്ക് ഡെലിവറി ഇല്ല പറഞ്ഞിട്ട് തിരിച്ചു പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കടയിൽ നിന്ന് ഒന്ന് വാങ്ങി, അത് വർക്കായില്ല പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനൊരു 250 എന്തോ റേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് എഗെയിൻ ഒന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു സംഗതി ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാപ്പ് ബട്ടൺ പ്ലെയർ ഒരു സെറ്റ് അവർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഐലറ്റും ഇതിൻ്റെ കൂട്ടത്തിൽ അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊരു റബ്ബർ ബുഷ് ഉണ്ട്. അത് ഇത് നമുക്ക് ഈ പ്രസ് ചെയ്യുമ്പോൾ ക്ലോത്ത് കേടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് പ്രസ് ആവാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഈ ഒരു മുള്ള് പോലെ ഇരിക്കുന്ന ഭാഗം, പിന്നെ സ്നാപ്പ് ബട്ടൻ്റെ ഒരു മെയിൽ ജോയിൻറ്റും ഫീമെയിൽ ജോയിൻറ്റും ആണ് വരിക. അപ്പോൾ ഒരു ബട്ടൺ ചെയ്യാനായിട്ട് നമുക്ക് 4 എണ്ണം വേണ്ടി വരും. ഒരു മെയിൽ ജോയിൻറ്റ്, ഒരു ഫീമെയിൽ ജോയിൻറ്റ്, 2 ആ ഒരു ജോയിനിങ് പാർട്ട് കുറച്ച് മുന പോലെയുള്ളൊരു ഭാഗം കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും അത് എവിടെയാണ് വെക്കേണ്ടതെന്ന്. ഒരു കുഴി പോലെയുള്ള ഭാഗമുണ്ട്. അപ്പോൾ അവിടേക്ക് ആ മെയിൽ ജോയിൻ്റ് ഇരിക്കുന്ന രീതിക്കാണ് ആ ബട്ടൺ വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു തുണി കഷ്ണം ഇങ്ങനെ 4ആക്കി മടക്കിയിട്ട് ഇതിലൊന്ന് ടൈറ്റായിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് ഇത് അമർത്തണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇരിക്കില്ല. നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ആ ഒരു ബട്ടൺ സെറ്റിൻ്റെ ആദ്യത്തെ പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫീമെയിൽ ജോയിൻറ്റ് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫീമെയിൽ ജോയിൻറ്റും ഈ ഒരു അറ്റാച്ച് ചെയ്യുന്ന ഈ മുനയുള്ള ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം അത് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അത് നമ്മൾ വെക്കുമ്പോൾ ആ റബ്ബർ ബുഷിനകത്ത് അത് കറക്റ്റ് സ്യൂട്ടായിട്ടിരിക്കും കേട്ടോ, ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഇതൊരു കുഴിയുള്ള പോർഷനാണ്. ഇവിടെ നേരത്തെ നമ്മൾ മെയിൽ ജോയിൻറ്റ് വെച്ചതാണ്, അതേ ഭാഗത്ത് തന്നെ ഫീമെയിൽ ജോയിൻറ്റും വെക്കുക. നോക്കിയിട്ട് വെക്കുക കേട്ടോ, എങ്ങനെ വെക്കുമ്പോഴാണ് കറക്റ്റ് ആവണേന്നുള്ളത്. എന്നിട്ട് ഞാനിത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ നല്ല സ്ട്രെങ്ത്തിൽ തന്നെ പ്രസ് ചെയ്തോളുക, എന്നാലാണ് അത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോഴും ഇടുമ്പോഴൊക്കെ ഇത് പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായിരുന്നു മുമ്പ് വാങ്ങിയിരുന്ന ഈ ഒരു സ്നാപ്പ് ബട്ടൺ പ്ലെയറിൻ്റെ പ്രശ്നം. അതെത്ര നമ്മൾ ഇതാക്കി വെച്ചാലും അതിങ്ങനെ പൊളിഞ്ഞു പോരുമായിരുന്നു കേട്ടോ. ഒരു കാര്യം ഉണ്ടായില്ല. തുണി ചീത്തയാവുക എന്നല്ലാതെ ഒരു യൂസും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരുപാട് പേര് മേടിച്ചിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി. ഇത് അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എങ്ങനെയാണ് ഒരു സ്നാപ്പ് ബട്ടൺ പ്രസ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കുന്നത്, അതിങ്ങനെ വലിക്കുന്ന സമയത്ത് അത് കയ്യിൽ ഊരി പോരുമോ എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ പോരുന്നൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്നാപ്പ് ബട്ടൻ്റെ ആപ്ലിക്കേഷൻ ഇത് വെച്ചിട്ട് വർക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇനിയുള്ളത് ഐലറ്റാണ്. ഐലറ്റ് നമുക്ക് നോർമലി യൂസ് വരുന്നത് ഇപ്പോൾ ബെൽറ്റിനൊക്കെ ഒരു ഹോൾ എക്സ്ട്രാ ഇടണം. അപ്പോൾ അത് കുട്ടികളുടെ ബെൽറ്റോ അല്ലെങ്കിൽ നമ്മുടെ ജീൻസിൻ്റെ ബെൽറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലാണ് അവർ അതിൻ്റെ ഡൈ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ആ പ്ലെയറിൻ്റെ അറ്റത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ റബ്ബർ ബുഷും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആക്ച്വലി റബ്ബർ ബുഷ് ഇതിന് ഐലറ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട. അവർ തന്നിരിക്കുന്നത് 4 കളറാണ്: ഗോൾഡൻ, സിൽവർ, ബ്രോൺസ്, ബ്ലാക്ക്. 4 കളറിലുള്ള ഐലറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഈ ഒരു കൂർത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെയാണ് ഐലറ്റ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് തുണിയിലാണോ ഈ ഐലറ്റ് വെക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ലെതറിലോ എവിടെയാണോ വെക്കേണ്ടത് അവിടെ ചെറിയ കട്ട് കൊടുത്തിട്ട് ഈ ഐലറ്റ് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ശരിക്കും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോലെ തന്നെ ഈ സൈഡും ഒരു കർവായിട്ട് നല്ല ഫ്ലാറ്റായിട്ട് വരണം. അങ്ങനെയാണല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലേ ബെൽറ്റിൻ്റെയൊക്കെ ഐലറ്റ് ചെയ്തിട്ടില്ല, അപ്പുറവും ഇപ്പുറവും ഒരേപോലെ വരണം കേട്ടോ. പക്ഷേ ഇതൊരു ഫെയിലിയറാണ്. അപ്പോൾ ആദ്യത്തത് ഒന്ന് പോയി, രണ്ടാമത്തത് ഞാൻ എഗെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റബ്ബർ ബുഷ് മാറ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി റബ്ബർ ബുഷിൻ്റെ ആവശ്യമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്തപ്പോൾ ഞാൻ വീണ്ടും അതിനകത്തോട്ട് ഒരു ഐലറ്റ് കയറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പഞ്ച് ചെയ്ത് നല്ല സ്ട്രെങ്തിൽ പഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ്
ചുളിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് എന്താ പറയുക, നിൽക്കില്ല, അതിങ്ങനെ ഊരിപ്പോവും കേട്ടോ. അപ്പോൾ ഞാനിനി ആ ഫെൽറ്റ് ഷീറ്റിലായിട്ടാണോ എന്ന് വെച്ചിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ അതോ ഇത് നമുക്ക് എന്താ സെറ്റ് ആവാത്തതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മാറി മാറി നോക്കുകയാണ്. ഈ ഒരു കോട്ടൺ ക്ലോത്തിൽ ഇതുപോലൊരു കട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വീണ്ടും നമ്മൾ അതിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ സൈഡ് എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ പഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സൈഡും വരണം, എന്നാലാണ് ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് പഞ്ച് ചെയ്ത് കൊടുക്കാം. പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഇതാ ബാക്ക് സൈഡ് കേട് വന്നു കേട്ടോ. ഇപ്പോഴത്തെ പോർഷൻ കുഴപ്പമില്ല, പക്ഷേ ആ ബാക്ക് സൈഡ് വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു ഫിനിഷിംഗ് ഇല്ല. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബുക്ക് മാർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളതിലൊരു കുഞ്ഞ് ഹോള് പഞ്ച് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഞാൻ ഈ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു പോർഷൻ വെച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പേപ്പർ ആകുമ്പോൾ വരുമോ എന്നുള്ളത് നോക്കാമല്ലോ. എൻ്റെ പരമാവധി ശക്തി വെച്ച് ഞാൻ പഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ വീണ്ടും അത് ചീത്തയായി പോയി. ബാക്ക് സൈഡ് നന്നായിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു സ്നാപ്പ് ബട്ടൺ ഹൈലൈറ്റ് പ്ലെയറിൻ്റെ ഹൈലൈറ്റ് പോർഷൻ ഇപ്പോൾ എനിക്ക് ഉപകാരപ്പെടുന്നില്ല. ഇത് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ ഇത് റെഡി ആവുമോ എന്നുള്ളത് അറിയില്ല. ഇത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ എനിക്ക് റെഡി ആയിട്ടില്ല കേട്ടോ. പക്ഷേ സ്നാപ്പ് ബട്ടൺ അടിപൊളിയാണ്. അത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നതും. അത് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുണ്ട്. കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് കിടുകിരി എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അത് നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു റേറ്റ് 350 റുപ്പീസിന് ഇത് ഓക്കെ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്നാപ്പ് ബട്ടണിൻ്റെ പാക്കറ്റ്സ് ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആയിട്ട് പുറത്ത് സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. 15 രൂപ 10 രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. കുഞ്ഞു പാക്കറ്റ്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു സ്നാപ്പ് ബട്ടൺ പ്ലെയർ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക്